എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിയന്ത്രണ രേഖകളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിടുന്നത്. എന്നാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ രാത്രിയിലും ആക്രമണം തുടർന്ന് പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. ജമ്മുവിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജമ്മു വിമാനത്താവളത്തിനോട് ചേർന്നാണ് ആക്രമണം നടന്നത്. എന്നാൽ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ ചെറുക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യ. ജമ്മു നഗരത്തിലടക്കം സൈന്യം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 50ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. വിവിധ തരത്തിലുള്ള വാർത്താ ഏജൻസികളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. പലയിടത്തും സൈറൻ മുഴങ്ങുന്നുണ്ട്. അതേസമയം സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വിമാനത്താവളം ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ജമ്മു വിമാനത്താവളം, പഠാൻകോട്ട്, അഖ്നൂർ, സാംബ എന്നിവിടങ്ങളിലാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന നൽകിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു മേഖലയിൽ നിലവിൽ പാകിസ്ഥാന്റെ കനത്ത വെടിവെപ്പ് തുടരുകയാണ്. പഞ്ചാബ് അതിർത്തിയിലും കുപ്വാരയിലും കനത്ത വെടിവെപ്പാണ് നടക്കുന്നത്. പഞ്ചാബിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. പഞ്ചാബ് അതിർത്തിയിൽ ലൈറ്റ് അണച്ച് കരുതൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നൽകിയിരുന്നു. ആ തിരിച്ചടിയിൽ പാകിസ്ഥാൻ നിലം പരിശാകുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരർ നിലം പരിശാകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇതിനെ തുടർന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പാക് മാധ്യമങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തരത്തിൽ ഈ നിയന്ത്രണ രേഖകൾ കടന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷേ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണ രേഖകളെല്ലാം കടന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്. എന്നാൽ ശക്തമായ തിരിച്ചടിയിലൂടെ തങ്ങളുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഫോടന ശബ്ദങ്ങൾക്ക് മുന്നോടിയായി കുപ്വാരയിൽ എയർ സൈറനുകൾ മുഴങ്ങി എന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ജമ്മുവും കുപ്വാരയും ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത് എന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ഡ്രോണുകളെ പൂർണ്ണമായും വെടിവെച്ചിടാൻ സാധിച്ചതായാണ് ലഭ്യമായ വിവരം. അതായത് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഇന്ത്യയിൽ ഉണ്ടാക്കാനായി പാക് ഡ്രോണുകൾക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ഈ ഡ്രോണുകളെല്ലാം കൃത്യമായി വെടിവെച്ചിടാൻ ഇന്ത്യൻ സേനയുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഉയർന്ന ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങൾ, ബോംബിംഗ്, ഷെല്ലിംഗ്, മിസൈൽ സ്ട്രൈക്കിംഗ് എന്നിവയുടേതാകാമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാൻ അയച്ച 8 മിസൈലുകളാണ് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ എണ്ണത്തിൽ മാറ്റം വരാം, ഈ എണ്ണത്തിൽ കൂടുതലുണ്ടാകാം. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുപ്വാരയിലാണ് ഈ ഷെല്ലാക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിന് പുറമെ ഈ പഞ്ചാബിലെ വ്യോമാക്രമണവും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ജമ്മുവിന് പുറമെ പഞ്ചാബിലും രാജസ്ഥാനിലും വ്യോമാക്രമണ മുന്നറിയിപ്പും ബ്ലാക്ക് ഔട്ടും ഉണ്ടായി എന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഉദ്ധംപൂർ, ജമ്മു, അഖ്നൂർ, പഠാൻകോട്ട് എന്നിവിടങ്ങളിലേക്കാണ് പാകിസ്ഥാന്റെ വൻതോതിലുള്ള ഡ്രോണുകൾ എത്തിയത്. ഇവയെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിടുകയായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് പിന്നാലെ തന്നെ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യൻ സേന തയ്യാറാകും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന ഒരു നടപടിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു നടപടിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഇന്ത്യ തയ്യാറായിരിക്കുന്നതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ 2.0 ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ നൽകുമെന്നതും തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.